ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുട്ടികളുടെ മനസ്സിൽ മായാജാലം തീർത്ത ഹാരി പോട്ടർ എന്ന കഥകളുടെ എഴുത്തുകാരി JK റൗളിങ്ങിനെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. എന്നാൽ ഈ അത്ഭുത കഥയുടെ പിന്നിൽ പ്രതീക്ഷയുടെയും സഹനത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഒരു വലിയ ഗാഥയുണ്ട്. 1990 ലണ്ടനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ക്ഷീണിച്ച് വൃത്താകാര കണ്ണാടിയും ചെറിയ വടിയുമായിരിക്കുന്ന ഒരു മനുഷ്യനെ റൗളിംഗ് കണ്ടു. ആ ദർശനമാണ് പിന്നീട് ലോകത്തെ മാറ്റിമറിച്ച കഥാപാത്രമായ ഹാരി പോട്ടറിന് ജന്മം നൽകിയത്. എന്നാൽ ആ യാത്രയ്ക്ക് ശേഷം റൗളിങ്ങിൻ്റെ ജീവിതം തീവ്രമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയത്. അമ്മയുടെ മരണം, വിവാഹബന്ധം തകർന്നത്, തീവ്രമായ വിഷാദം, ദാരിദ്ര്യം എന്നിവ അവളെ തളർത്തി. സ്വന്തം വാക്കുകളിൽ, എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം ഞാനായിരുന്നു എന്ന് അവൾ സ്വയം വിശേഷിപ്പിച്ചു. ഒരു സിംഗിൾ മദറായി മകൾ ജെസ്സിക്കയെ വളർത്താനായി അവൾ സർക്കാർ ആനുകൂല്യങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു. ദാരിദ്ര്യത്തിനിടയിലും കഥകൾ പറയാനുള്ള തൻ്റെ കഴിവിലുള്ള ആ വിശ്വാസം അവൾ മുറുകെ പിടിച്ചു. കഫേകളിലെ കോണിലിരുന്ന് അവൾ തൻ്റെ കഥകൾ എഴുതി തീർത്തു. കയ്യെഴുത്ത് പ്രതികളുടെ കോപ്പി എടുക്കുവാൻ പോലും പണമില്ലാതിരുന്നതിനാൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് അവൾ തന്നെ അതിൻ്റെ ഒന്നിലധികം പതിപ്പുകൾ ടൈപ്പ് ചെയ്തു. ഒടുവിൽ ഹാരി പോട്ടർ എന്ന കയ്യെഴുത്ത് പ്രതിയുമായി അവൾ പ്രസാധകരെ സമീപിച്ചു. എന്നാൽ 12 പ്രസാധകർ അവളുടെ കഥ തള്ളിക്കളഞ്ഞു. ഇതൊരു മാർക്കറ്റില്ലാത്ത കഥയാണ്, കുട്ടികൾക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. എങ്കിലും എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം 1997 ജൂൺ 26 ബ്ലൂംസ്ബറി എന്ന ചെറിയ പ്രസാധക സ്ഥാപനം ഹാരി പോട്ടർ പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചു. വെറും 500 കോപ്പികൾ മാത്രമാണ് അവർ ആദ്യമായി അച്ചടിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. ഹാരി പോട്ടർ ലോക പ്രതിഭാസമായി മാറുകയും റൗളിംഗ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ എഴുത്തുകാരിൽ ഒരാളായി മാറുകയും ചെയ്തു. നിങ്ങളെ വൈകിപ്പിക്കുന്നത് ലോകമല്ല, ദൈവം നിങ്ങളെ പക്വതയിലേക്ക് നയിക്കുകയാണ് എന്നാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് റൗളിംഗ് പറയുന്നത്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല എന്ന് സഭാപ്രസംഗി 3:17 പറയുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകുവാൻ വൈകുമ്പോൾ അത് ലോകം നമ്മെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടല്ല, മറിച്ച് കൂടുതൽ നന്മയായത് നേടുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നതാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ജീവിതം ഒരു തീവണ്ടി യാത്ര പോലെയാണ്. നമ്മൾ കയറേണ്ട സ്റ്റേഷനിലേക്ക് കൃത്യസമയത്ത് എത്താൻ വൈകുമ്പോൾ നിരാശ തോന്നാം. എന്നാൽ ആ വൈകൽ യഥാർത്ഥത്തിൽ നമ്മെ തളർത്താനല്ല, മറിച്ച് ജീവിതത്തിലെ പ്രതീക്ഷയുടെ പക്വതയും അനുഭവ സമ്പത്തും നൽകാനാണ്. പ്രതീക്ഷയുടെ കാത്തിരിപ്പിൽ ശുഭകരമായ നേട്ടത്തിലേക്ക് വളരുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, മാറും ഞാൻ മറുരൂപമാകും, എൻ്റെ കർത്തൻ കൂടെന്നും വാണിടും. മാറും ഞാൻ മറുരൂപമാകും, എൻ്റെ കർത്തൻ കൂടെന്നും വാണിടും. എത്ര ഭാഗ്യവാൻ